ഹലോ ഗൈസ്, അപ്പൊ ഈ 99 ദിവസം നിന്ന് നമ്മൾ ഈ ഒരു പരിപാടി, ചെറിയ പരിപാടി, കുറച്ച് സമയമുള്ളൂ. നമ്മളിത്രയും ലേറ്റ് ആയി പോയി ഇവിടെ എത്താനായിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും വിലയേറിയ സമയം ഇതിന് വേണ്ടി ചെലവഴിച്ചു. നിങ്ങളുടെ ഡെയിലി ഒരു 3 മാസം കംപ്ലീറ്റ് നിങ്ങളുടെ സമയം ഇതിന് വേണ്ടി ചെലവഴിച്ചു. ഇന്നൊരു ദിവസം മാത്രമല്ല. സോ അതിന് ഭയങ്കര നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാനിപ്പോൾ ആതിരയുടെയും നൂറയുടെയും കയ്യിൽ മൈക്ക് കൈമാറാണ്. അവരോട് സംസാരിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോരുത്തരായിട്ട് വന്ന് നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. എല്ലാവർക്കും ഇവരോട് സംസാരിക്കാം, ഫോട്ടോസ് എടുക്കാം, എല്ലാം ഉണ്ട്. അപ്പൊ സോ ഹാപ്പി. ഞാന് നിങ്ങളുടെ എല്ലാവരുടെ വീഡിയോസ് കാണാറുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് രാത്രി പകലും അപ്പൊ നിങ്ങളുടെ ഈ ഒരു ഗെറ്റ് ടുഗദറിന്റെ പാട്ടാവാൻ പറ്റിയതിൽ എനിക്കും ഒരുപാട് സന്തോഷം. ഒട്ടും വൈകുന്നില്ല. നിങ്ങളുടെ സ്റ്റാർസിന്റെ കയ്യിൽ മൈക്ക് കൊടുക്കാണ്. അതുപോലെ തന്നെ ആ തസ്ലീം എന്താ പേര്, അനു രജിസ്റ്റേർഡിനും അവര് തസ്ലീം എന്താ പേര് പറഞ്ഞത്, ഇവരെയാണ് പറഞ്ഞത് നൂറ കാണണമെന്ന് പറഞ്ഞത്. ഇവള് പറഞ്ഞത് റിവീൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബോണ്ടാണ് ജീവിയായിട്ട്. ആദ്യം ഫ്രണ്ടായിരുന്നു, പിന്നെ സിസ്റ്ററായി. അതൊരു തമിഴ്നാട് കറക്റ്റാണ്. അവള് ഞങ്ങളെ പരിചയപ്പെടാൻ വേണ്ടിട്ട് അവള് ആധാർ കാർഡ് വരെ അയച്ചത്. അവളൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണ്. അത്ര ജെനുവിൻ ആയിട്ട് നമ്മൾ ഇഷ്ടം ഉണ്ടാവും ഒരു സിസ്റ്ററിലേക്ക് പോലെ. കുറച്ച് കയറി നിൽക്കും ജീവി. നിങ്ങളുടെ ജീവി ഒരുപാട് സന്തോഷത്തിനും പേര് നമ്മളെ PR
കാര്യങ്ങളും ഒന്നും അല്ലാതെ നിങ്ങളുടെ ഹാർട്ടിൽ നിന്ന് ഉള്ള ഒരു PR ശരിക്കും എന്താ പറയേണ്ട അറിയില്ല. ഇനി നിങ്ങളോട് കുറച്ച് കാര്യം പറയട്ടെ. അതായത് ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പം വീൽസ് ഓഫ് ആദില നൂറ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഏകദേശം 40ഓളം ഗ്രൂപ്പുകളുണ്ട്. 40ഓളം ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പൊ നൂറയുടേതായിട്ടുള്ള ഫാൻസും ആദിലയ്ക്ക് ആദിലതായിട്ടുള്ള ഫാൻസാണ് ഉള്ളത്. അപ്പൊ അതില് ഈ വിങ്സ് ഓഫ് ആദില നൂറ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ അഡ്മിന്മാര് ആയിട്ടുള്ള ഒരു 2-3 പേരുണ്ട്. അവരെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട കീർത്തന. ഞാൻ ഇത് പറയണ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾക്ക് ദാനിഷ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ദാനിഷാണ് ഈ ഗ്രൂപ്പിനകത്ത് വന്നിട്ട് നമ്മളോട് അത്രയും ക്ലോസ് ആയിട്ട് നിന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നതും ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ അഡ്മിന്മാരുടെ എല്ലാവരുടെയും തലമൂത്ത മുത്തപ്പനാണ് ഈ ദാനിഷ്. ദാനിഷ് ഗുജറാത്തിലാണ്. ആദിലയും നൂറയും ദാനിഷിനെ കാണാൻ. അതെ അവര് ഈ ഇവരാണ്. അപ്പൊ ഇതിനകത്ത് ജുനു താഴെ ഉള്ളത്. മുകളിലുള്ളത് ആരാ? ആര്യാണോ? ആര്യ. അപ്പൊ ആര്യ, അതുപോലെ തന്നെ മിഥുൻ. ഒന്ന് വരും, അഭിനന്ദ് വരൂ. ആര്യ. വേറെ ആര്യ ഉണ്ടായിരുന്നല്ലോ. വേറെ ആര്യ ഉണ്ടായിരുന്നല്ലോ, വന്നില്ല. പിന്നെ ഇനി ആരുണ്ട്? അഭിനന്ദ്, രമ്യ പോയി. ഓക്കെ. സോ ഇവരുടെ കണക്ഷനില് ഇത്രയും പേരാണ് ഇതിന്റെ ഒക്കെ എന്താ പറയുക ഉറവിടം എന്ന് പറയുന്നത്. നല്ല പേര് എടുക്കാൻ കേട്ടോ. സപ്പോർട്ട് ചെയ്ത ആദിലയുടെയും നൂറയുടെയും ഓരോ ഇമോഷൻസും, നിങ്ങളുടെ ചിരി ആയിക്കോട്ടെ, നിങ്ങളുടെ ലവബിൾ മൊമെന്റ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ സങ്കടം ആയിക്കോട്ടെ, നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ ബോണ്ടും ആയിക്കോട്ടെ, നിങ്ങളുടെ മറ്റു മനുഷ്യരോടുള്ള നിങ്ങളുടെ ഒരു കണക്ഷൻ ആയിക്കോട്ടെ, എല്ലാം ഈച്ച് ആൻഡ് എവറി മിനിറ്റ് നിങ്ങൾ ഈ പറഞ്ഞ പോലത്തെ ക്യാമറകൾ ഒക്കെ എടുക്കുന്ന പോലെ തന്നെ ഈ കുട്ടികൾ 24/7 എടുത്ത് ഓരോ മൊമെന്റുകളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. സത്യം പറയാം, പ്രൊജക്ടിന്റെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ടാണെങ്കിൽ എല്ലാം ഞങ്ങളിവിടെ കാണിച്ചു. ഇവരുടെ ഗ്രൂപ്പ് സർവ ഗ്രൂപ്പിന്റെ പോലത്തെ ഒരു സംഭവം ഇവർ തന്നെ നിങ്ങൾക്ക് കൈമാറും. അത് സ്വീകരിക്കും. എല്ലാവരും സ്റ്റാൻഡ് ചെയ്ത് അതിലോട് ഓക്കേ. താങ്ക് യു സോ മച്ച്. അപ്പം ഇവരെ ഞാൻ കീർത്തനയുടെ കയ്യിൽ കൊടുക്കുകയാണ്. രണ്ട് വാക്ക് കീർത്തന ഒന്ന് സംസാരിക്കും കേട്ടോ. ഓരോ പെൺകുട്ടികളെ ഇറങ്ങി വരികയാണ്. നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും ഇൻഫ്ലുവൻസിങ് ആണ് നിങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു ഇത്രയും സപ്പോർട്ടും ഇത്രയും സ്നേഹവും ഉണ്ടാവുമെന്ന്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും 7K കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 40+ എഡിറ്റിംഗ് പേജസ് ഉണ്ട് നമുക്ക്. പിന്നെ അതുപോലെ തന്നെ എഡിറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ
ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇവരെ സ്നേഹിക്കുന്നത് കൊണ്ടും അങ്ങനെ ഇതായിട്ടല്ല, എല്ലാവരും പറഞ്ഞതിന് വളരെ നന്ദി. പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ദിയ ചേച്ചിയായിരുന്നു. കാരണം ദിയ ചേച്ചി പറയുന്ന രീതിയിലാണ് ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാക്കി എന്നെ കൂടാതെ ബാക്കി 8 അഡ്മിൻസും എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഇതിപ്പോൾ ഇത്രയും വലിയൊരു വിജയം ആവാൻ സാധിച്ചത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളുടെ ഇതിൽ നിങ്ങളാണ് അതിനകത്ത് ഒരു കണ്ടോ വളരെ സന്തോഷമുണ്ട് ഇതേപോലത്തെ ഒരു വേദിയിൽ നിങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റിയതിൽ. അപ്പോൾ ഞങ്ങളെ അഡ്മിൻസ് ആൾ മാത്രമല്ല, ചേച്ചിയാണ് ഞങ്ങളുടെ കൂടെ നടന്നിട്ട് പല കാര്യങ്ങളിലും ചേച്ചിയാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടിരുന്നത്. ചേച്ചി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ചേച്ചിക്ക് ആദ്യം തന്നെ വലിയൊരു താങ്ക്സ് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ നിന്ന് പലരുമായിട്ടും പല വോട്ടിൻ്റെ രീതിയിലുള്ള കുറച്ച് ഷാർപ്പായിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരോടും നന്ദി അറിയിക്കും. ആദ്യം വോട്ടിട്ടോ എല്ലാവരും? നിങ്ങളാരും വോട്ടിട്ടില്ലേ? ഒരു 10 മണിയായി. എത്ര പെട്ടെന്ന് വോട്ടിട്ടു കേട്ടോ. വോട്ടിട്ടായിരുന്നോ? ഇന്ന് 400 വന്നിട്ടുണ്ട്. ഇന്ന് 500 ആണോ വരട്ടത്? 500 എത്തിയല്ലോ. ദാനശ്ശേരി എത്ര പിള്ളേർ കൊണ്ട് വോട്ടിട്ടാണ്? പെട്ടെന്ന് ഇങ്ങനെ ഇപ്പൊ 500 12 ശരിയാക്കണം. അടുത്ത് എല്ലാം കൂടെ വീണ്ടും ഇന്ന് 3000 വന്നിട്ടുണ്ട്. ഇന്ന് അവിടെ നിന്ന് ഇത്ര കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ടോട്ടൽ ചെയ്തപ്പോഴത്തേക്ക് അഭിനന്ദ് വരും, അഭിനന്ദും നിതിനും വരും. ഇന്ന് ഇതാണ് ഔട്ടായിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ. നമുക്ക് കിട്ടിയ സോസ് കറക്റ്റാ. ആ ഇടത്ത് തന്നെയാണ് അവസാനം കംപ്ലീറ്റ് സോസ്. കിട്ടിയ സോസ് കറക്റ്റാ. കിട്ടിയ സോസ് പറയും. ഞാൻ കറക്റ്റ് സ്ഥലത്ത് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കും ഇന്ന ആൾ ഔട്ടായി കേട്ടോ. അല്ലേ? എല്ലാവരും അങ്ങനെ അറിയില്ലേ? ഇതിന് അഭിനന്ദനം കൂടെ വന്ന് പറയും ഇന്ന് ഔട്ടായി, ഇത്ര വോട്ടിനോ, ഇന്ന് അൺഫെയർ ഇലക്ഷൻ. ഇതൊക്കെയാണ് കഥകൾ. ശരിക്കും ആദ്യം സ്നേഹത്തോടെ പറഞ്ഞു തുടങ്ങി പിന്നെ ദേഷ്യപ്പെട്ട് വോട്ട് കംപ്ലീറ്റ് ചെയ്യിക്കും ഇവര്. നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്, ഇത്ര വോട്ട് എന്ന് പറഞ്ഞിട്ട് അത് കറക്റ്റ് ചെയ്യിപ്പിക്കും ഇവിടെ. അത് എവിടെ പോയാലും തല തട്ടി പോയാൽ തന്നെ ഗുജറാത്തിൽ നിന്ന് ഏറ്റവും രസം എന്താണെന്ന് അറിയുന്നത്, തമിഴ്, കന്നഡ, തെലുങ്ക് സീസണുകൾ നടക്കണം. ഹിന്ദി ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരെ തപ്പിപ്പിടിച്ച് പോയിട്ട് നിങ്ങൾ ആ തമിഴ് സീസൺ നടന്നിട്ടില്ല. തമിഴിന്റെ വോട്ടിംഗ് ഉണ്ടല്ലോ, അവരെ കൊണ്ട് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വോട്ട് കൊടുക്കും. അവര് നമുക്ക് വോട്ട് ചെയ്യണം. അങ്ങനെ തെലുങ്കിൽ പോയിട്ട് നിങ്ങൾ വോട്ട് വെച്ചോണ്ടിരും, ഹിന്ദിയിൽ പോയിട്ട് വോട്ട് വെച്ചോണ്ടിരും. അമ്മാതിരി ഇൻഫ്ലുവൻസിലുള്ള പിള്ളേരാണ് ഈ പിള്ളേര്. പിള്ളേരൊന്നുമല്ല ഇവര്. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. കാരണം ഇവരുടെ മുമ്പിൽ വെച്ച് അത് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ ഒരു 2-3 ആൾക്കാരെ കൂടെ സ്റ്റേജിലോട്ട് വിളിക്കുകയാണ്. ഒന്ന് അലൂനെയും രഞ്ജിത്തിനെയും അതുപോലെ മുൻഷി രഞ്ജിത്തേട്ടോ. ആദ്യമായിട്ട് ഇന്നും അത് എല്ലാവരും സ്റ്റാൻഡ് ചെയ്ത് അവർക്ക് ഇവർ നോക്കൂ. ഇവിടെ വിങ്സ് ഓഫ് അതില നോറയുടെ 2 വിങ്സ് വെച്ചിട്ട് പൂമ്പാറ്റയുടെ വേറൊരു മോഡ് അവരുണ്ടാക്കിയിരിക്കുന്ന രൂപം തന്നെ. അതിന് കാരണക്കാരൻ രഞ്ജിത്തേനെ. അതുപോലെ ആരും വരുമോ? അപ്പൊ നിങ്ങള് ഇവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ ഭയങ്കര സപ്ലസ് ജീവി 2 വാക്ക് സംസാരിക്കണം. അതായത് കുറേ ഫേസ് ചെയ്തിട്ട് നല്ല സ്ട്രോങ് ആയാണ്.
രഞ്ജിത്തേട്ടൻ. എല്ലാവരും നമസ്കാരം. നമസ്കാരം. ആർക്കും നമസ്കാരം പറയാം. എല്ലാവരും നമസ്കാരം. ഇവര് ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാകുമെന്നോ ഞാനുണ്ടാകുമെന്നോ അറിഞ്ഞിട്ടൊന്നുമല്ല. അതിനകത്ത് അവർക്ക് കുമ്പാറ്റന്റെ പേരുണ്ടോന്ന് തീരുമാനിച്ചിട്ടുമല്ല പോയി. ആദ്യം കിട്ടിയ ഒരു ടാസ്ക് പിന്നെ 100 പേരുടെ അതിനകത്ത് കൂടുതലാണെങ്കിൽ എനിക്കിപ്പോ ഇവർ കൊള്ളാം, കുഴപ്പമില്ല. നല്ല പേരിനകത്ത് ആളുകൾ കണ്ടതുമില്ല. പക്ഷെ അത് ബിഗ് ബോസ് സീസൺ 7 ഇവരുടെ ഒരു കരിയറിന്റെ ഒരു ഗ്രാഫ് വരുന്ന ഒരു ടേക്ക് ഓഫ് ആയി മാറി എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. ഞാൻ കാരണക്കാരൻ ഒരു ഇടയ്ക്ക് മറന്നു പോയെങ്കിലും ഞാൻ അപ്പൊ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ചില പേര് സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഇറങ്ങിയിട്ട് ഒരു പട്ടി അതെ. അപ്പൊ അതൊക്കെ നല്ല കാര്യമല്ലേ. ഒരു ലൈഫിലൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പേര് ഇഷ്ടപ്പെടാം, മാറി നിന്നാണെങ്കിൽ ഇഷ്ടപ്പെടാം. പക്ഷെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് വലിയ അത്ഭുതമാണ്. അത് ഞാനിവരുടെ ഇങ്ങനെ തമാശകളൊക്കെ പറയും. ഞാൻ പറഞ്ഞ പോലെ ബിഗ് ബോസ് സീസൺ തുടങ്ങിയ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ അവിടെ ഉണ്ടായിരുന്നു. 100 ദിവസത്തെ ഷോയിൽ 100 ദിവസം ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്നു. അത് എല്ലാ ദിവസവും ഞാൻ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ആ സന്തോഷം നിങ്ങളോട് എല്ലാവരും പങ്കുവയ്ക്കും. നിങ്ങളെ കണ്ട് പോകട്ടെ. നിങ്ങളാരെങ്കിലും എനിക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ കൂടെ ഞാൻ ഫോൺ എടുത്തപ്പോഴത്തേ ഞാൻ ഇനി എനിക്ക് സന്തോഷം വാർത്ത പറയാനുള്ളത് എന്നെ നോമിനേറ്റ് ചെയ്തതിൽ കണ്ടിരുന്നു. സന്തോഷം എനിക്ക് പറയാം. വീട്ടിൽ വന്ന് നോക്കിയപ്പോഴേ അപ്പൊ ഇത് ഒരു ചെറിയൊരു ഗിഫ്റ്റാണ്. അത് രഞ്ജിത്തേട്ടൻ അവർക്ക് രണ്ടുപേർക്ക് കൊടുക്കണം. രഞ്ജിത്തേട്ടൻ താങ്ക് യു സോ മച്ച്. ചേട്ടൻ വിളിച്ച ആ പേരില്ലേ അത് തന്നെയാണ് ഇപ്പോഴും അവര്. ഇപ്പം അവർക്ക് ആ പേരിൽ നിന്ന് മാറി അവരിപ്പോ പുലിക്കുട്ടികളൊന്നും കൂടെ അറിയാം. ഞങ്ങൾക്ക് കൂടുതൽ പോയിട്ടുള്ള സമയം ഞാൻ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ചേട്ടൻ ഇതൊന്ന് ചേട്ടൻ അവർക്ക് കൊടുക്കണം. സന്തോഷത്തോടെ ഒരിക്കലും ഉടക്കരുതെന്ന് വിചാരിച്ചു. അപ്പോഴേ നമുക്കിപ്പോ ഒന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് രണ്ടു വാക്ക് സംസാരിച്ചിട്ട് പോകണം എല്ലാവരും. ഓക്കെ, ഒരു കേക്ക് കട്ട് ചെയ്യാം നമുക്ക്. നിങ്ങളുടെ വിൻസ് ഓഫ് ഫാദലയുടെ വക അവരുടെ ടീം ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ കേക്ക് ഒന്ന് കട്ട് ചെയ്യും. ഇഷ്ടമായി? ഒറിജിനൽ പ്രശ്നം പോലെ ഇത്ര എടുത്തിട്ടുണ്ടാവില്ല അല്ലേ? കറക്റ്റ് അല്ലേ? വല്ല പറഞ്ഞോ? വല്ല പറഞ്ഞോ? പിന്നെ എല്ലാരും ഒന്ന് ശ്രദ്ധിക്ക, ഇവരിത് ഒഫീഷ്യലായിട്ട് വ്ളോഗ് ഇടുവാണ്. അപ്പോ ഇവരിട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കണേ. ഓക്കെ ഓക്കെ അല്ലേ? ഒഫീഷ്യൽ വ്ളോഗ് ചെയ്തോണ്ടിരിക്കുകയാണ് യൂട്യൂബ് ചാനൽ വഴി.
അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എല്ലാ പിക്ചേഴ്സും അല്ലെങ്കിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യാവും. റെഡി? ഓക്കെ, 3, 2, 1. ആദ്യമായി കണ്ട നാൾ മുതൽക്കു ഞാൻ അഴിഞ്ഞു പോ എത്ര നാൾ കുതിച്ചു ഞാൻ ആദ്യമായി കേട്ട നാളറിഞ്ഞു പോയില്ല സുന്ദരി സുഗന്ധിയും സുവർണ സന്ധ്യയും വരൂ വരൂ വസന്തമെത്ര എത്ര സുന്ദരം. എല്ലാരും Come on, everybody. Hey baby, don't wanna leave you. Hey baby, Guys, hey baby, don't wanna leave you. കപ്പിൾ ഡാൻസ് ഈ കേക്ക് ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മുറിച്ച്. അതിലെ താങ്ക് യു സോ മച്ച്. നമുക്ക് എല്ലാരും അങ്ങോട്ട് നിൽക്കാവോ? ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്യാവോ? അഡ്മിൻ ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് പീസായിട്ട് കൊണ്ട് അവിടെ കേക്ക് പോയോ? അതെ രഞ്ജിത്തേട്ടൻ പോവാണ്. ഒരു ഫോട്ടോ എടുത്തിട്ട് പോകും. നില്ലടാ, ഞാൻ ഒരു ഫോട്ടോ എടുത്തരാം. അടല്ലേ അല്ലല്ല, അവിടെ നിന്നാണ് ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാനാ. പുള്ളി പോവാണ്. സമയം കുറയായി, നമുക്കൊന്ന് സംസാരിച്ചിട്ട് ഓക്കെ. ഓണം ഇവിടെ പറയുന്ന കാര്യം എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. ഓർമ്മ ബിഗ് ബോസ് ഗേൾസ് ടോക്ക്. എനിക്കിങ്ങനെയുള്ള വേദിയിൽ നിന്ന് സംസാരിച്ചുള്ള പരിചയമൊന്നുമില്ല. ഇവിടുത്തെ ഒരു ഓൺ വൺ ഔട്ട് എന്നുള്ളൊരു ഫീലാണ് എനിക്ക്. കാരണം ഇവിടെ എല്ലാവരും ബിഗ് ബോസ് 24 മണിക്കൂർ ഇതിന് കണ്ടിട്ടുള്ള ആളുകളാണ്. ഞാൻ ഈ ഷോർട്സിലൂടെ മാത്രം ബിഗ് ബോസ് കണ്ട് ഇവരെ ചുറ്റി എന്ന് പറയും. പിന്നെ അവസാനമായിട്ട് ഇവർ ഏറി പോയിട്ടുള്ള ഒരു മനുഷ്യനുമാണ്. പേര് പറഞ്ഞതിന്റെ പേര് ഏതായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാകാനും അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ളൊരു സക്സസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു മൂലയിൽ നമ്മളും ഉണ്ട് എന്ന് അവർ അക്നോളജ് ചെയ്തത് അറിഞ്ഞപ്പോൾ നമുക്ക് സന്തോഷം. താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്കും തോന്നുന്നത്. അപ്പം അത് കാണാൻ കഴിയുന്നതിന് സന്തോഷം, നിങ്ങളെ കാണാൻ കഴിയുന്നതിന് സന്തോഷം. അപ്പം
എല്ലാവർക്കും ഒരു നല്ല രാത്രി, നല്ലൊരു ആഘോഷം ഇവിടെ നേരാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ശീതൾ അറിയാമല്ലോ നിങ്ങൾക്ക്, ശീതളിനെ ഒരുപാട് വർഷങ്ങളായിട്ട് കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കുറേ നാളുകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തല മുത്തപ്പൻ്റെ അമ്മയുടെ നായരാണ് ശീതു. അപ്പൊ ശീതളിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം അവിടെ വന്ന എല്ലാ കണ്ടസ്റ്റൻസും 25 പേരിൽ എല്ലാവരും ഇവർ രണ്ടുപേരും വെച്ച് ബാക്കി എല്ലാവരും കുടുംബത്തിൻ്റെ പ്രിവിലേജോട് കൂടി വന്നതാണ്. അതായത് സമൂഹത്തിൻ്റെ ഒരു പ്രിവിലേജോട് കൂടി വന്നതാണ്. ഇതിൽ യാതൊരു പ്രിവിലേജും ഇല്ലാതെ ഒട്ടും കംഫർട്ടല്ലാതെ ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെ അവിടേക്ക് ചെല്ലുന്ന വ്യക്തികളാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സന ഉണ്ടായെന്നുള്ളത് വളരെ ഹാപ്പിനെസ് ഉള്ളൊരു കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സനയ്ക്ക് ഞാൻ താങ്ക് പറയാം. സന പുറത്തുണ്ടാക്കില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു ഗ്യാതറിങ് ഉണ്ടാകില്ലായിരുന്നു. നെടുന്തൂൺ സനയായിരുന്നു. അതിലുപരി ഇവര് ചില സമയങ്ങളിൽ ഔട്ടാവുന്നൊക്കെ പേടിച്ച് ഞങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് മുന്നേറി സോ പ്രൗഡ്. കാരണം എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്. ഭാഗമായിട്ട് ലാലിന്റെ വിഷയം വന്നപ്പോൾ ലക്ഷ്മിയുടെ സംസാരമൊക്കെ വന്നപ്പോൾ കുറേ ഇന്റർവ്യൂ കൊടുത്തു. അതിനുശേഷം പലരും സംസാരിച്ചപ്പോൾ എന്തുകൊണ്ട് അവർ പോയിട്ട് ക്യൂർ കമ്മ്യൂണിറ്റിനെ കുറിച്ച് സംസാരിച്ചില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവരവിടെ ഓൾറെഡി അവരുടെ ജീവിതം കണ്ട് നിങ്ങൾക്ക് സംസാരിക്കുന്നുണ്ട്, നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ അത് പറയേണ്ട ആവശ്യം, അതിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പല ആളുകളോടും ഫൈറ്റ് ചെയ്ത് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിലുപരി നിങ്ങളുടെ ബർത്ത്ഡേക്ക് എനിക്ക് ഒരു ഫാമിലി മെമ്പറായിട്ട് വിഷ് ചെയ്യാൻ പറ്റുന്നില്ല. ഐ എം സോ ഹാപ്പി. എല്ലാറ്റിനും ഉപരി നിങ്ങൾ അത്രയും ദിവസം അവിടെ പിടിച്ചു നിന്നു. കാരണം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ആരെങ്കിലും അടുത്തുള്ള ഷോയിൽ പോകുമ്പോൾ നമുക്കൊന്നിനും കാലിബറില്ല, നമുക്കൊന്നിനും കഴിവില്ല എന്നുള്ള ഒരു സമൂഹത്തിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിലുള്ള വലിയൊരു മറുപടിയാണ് നിങ്ങൾ രണ്ടുപേരും. അത് ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്ന അപാരമാണ്. ഞങ്ങളൊക്കെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ലാസ്റ്റ്. കാരണം നിങ്ങൾ പോകുമ്പോൾ ഞാനും സനിയും കൂടി വീഡിയോ കോൾ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ ആളുകളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ ആരും വിശ്വസിക്കരുത്, നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കണം, കളിക്കണം, ജയിക്കണം, പറ്റണമെങ്കിൽ പണം വാങ്ങി പോകണം എന്നുള്ളത്. പക്ഷെ നിങ്ങൾ അത്രയും ദിവസം അവിടെ നിന്നു. അതിലുപരി ഒത്തിരി ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടി നിങ്ങൾക്ക്. അത് തന്നെയാണ് ഇതിലൊരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അതിന് ഇത്രയും പിള്ളേര് കൂടെ നിന്ന് എനിക്ക് നിങ്ങളോടൊക്കെ ഭയങ്കര റെസ്പെക്ട് തോന്നുന്നു അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തതിൽ. കാരണം ഇതിനു മുമ്പ് പോയിട്ടുള്ള ജാൻമണിക്കായാലും ആരും വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, നാദർക്കും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, അഞ്ജലമ്മയൊന്നും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, പലർക്കും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. നാദർക്കൊക്കെ അവസാന സമയം സപ്പോർട്ട്. പക്ഷെ നിങ്ങളിപ്പോ ഇറ്റ്സ് എ വെരി ഗുഡ് സപ്പോർട്ട്. ഈ പബ്ലിക് സിസ്റ്റം അത് ലാലിനെ കൊണ്ടൊക്കെ അങ്ങനെ പറയിപ്പിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എഫേർട്ടാണ്. അപ്പോൾ അല്ല, ലാലേട്ടന്റെ മനസ്സ് വലുതാവുന്നതിലുപരി ലാലേട്ടന് അത്തരം കാര്യങ്ങളെ കുറിച്ച് ഗ്രഹിക്കണം. ലാലേട്ടന് അതിനെ കുറിച്ച് അറിവ് വേണമെങ്കിൽ പബ്ലിക്കിൽ സ്പ്രെഡ് ചെയ്യണം, അവയർനെസ് ഉണ്ടാവും. ഇത്രയും കണ്ടസ്റ്റൻസ് ഉണ്ടായിട്ടും ഇവരെ മാത്രം വിളിച്ചിട്ടുണ്ട്. ചാനലിൽ അത് തോന്നണമല്ലോ, ലാലേട്ടന് മാത്രം തോന്നിയാൽ പോരാ. അപ്പൊ അത്രയും വലിയൊരു ചാനലിൽ അത് തോന്നണമെങ്കിൽ, അങ്ങനെ ലാലേട്ടൻ അത് പറയണമെങ്കിൽ നിങ്ങളോട് ഈ സമൂഹം എത്രത്തോളം നിങ്ങളോട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത്രത്തോളം അത് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് ഇവിടെയല്ല, കേരളത്തിൽ മാത്രമല്ല പുറത്തുള്ള ആളുകളിൽ നിന്നൊക്കെ ആ മെസ്സേജ് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ്, പ്രൗഡാണ്. എന്താ പറയാ, അല്ല രണ്ടുപേരും ഇനി ഒത്തിരി ഇനി ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ഇനി ജീവിക്കണം, ഇത് വെച്ചിട്ട് ജീവിക്കണം. ഇത് തന്നെയാണ് നിങ്ങളുടെ ലൈഫ്. നിങ്ങൾ ഇനി എത്താവുന്ന എല്ലാ ഇടങ്ങളും നിങ്ങൾ പിടിച്ചടക്കണം. താങ്ക് യു സോ മച്ച്. എൻ്റെ സന ഭയങ്കരമായിട്ട് എഫർട്ട് എടുത്തിട്ടുണ്ട്. സനയ്ക്കും എല്ലാ പിള്ളേർക്കും താങ്ക് യു സോ മച്ച്. ഫാമിലി എന്തായാലും വരും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇത് പറഞ്ഞോട് എല്ലാരും വീട്ടിൽ വിളിക്കല്ലേ ഇവരെ. ഇവര് വന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ സംസാരിച്ച സമയത്ത് പറഞ്ഞു ഇനി ഒന്നും വേണ്ട, ഏത് വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും കയറിച്ചല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് അവർക്ക് അതുകൊണ്ടുള്ള വിഷമം പോലും ഇല്ല. ശരിക്കും
ഫാമിലി ഇല്ലാത്തതിന്റെ വിഷമമുണ്ടോ? ഇല്ല, ഇപ്പൊ അതില്ല. അത് ഫാമിലി റോക്കില് ഞങ്ങൾ ഭയങ്കര എന്താ പറയാ ഡൗട്ട്ഫുൾ ആയിരുന്നു. പക്ഷെ അത് എന്തായാലും ഇവര് നാട്ടുകാരെന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ട് വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ അതുവരെ ഇത് കേട്ടിട്ടുണ്ടാവല്ലോ, വന്ന് നിൽക്കാൻ പറ്റുമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വരാത്തതില് കുഴപ്പം ഉണ്ടായിരുന്നു. എനിക്കില്ലാന്ന് പറയുന്നില്ല കേട്ടോ, അല്ല എനിക്ക് ഒന്നുകൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ദിയേച്ചിയും ജാസ്മിനും വന്ന് ഓക്കെ ആയി. പിന്നെ പോയി, പിന്നെ പുറത്തിറങ്ങിയപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ എവിക്റ്റ് ആയി പുറത്തിറങ്ങിയിട്ട് ഞാൻ എനിക്ക് ഫോൺ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങിയത് വെളുപ്പിന് 7-8 മണിക്കാണ്. ഞാൻ അത്ര നേരം ഇൻസ്റ്റ സ്ക്രോൾ ചെയ്ത് എല്ലാവരും ഉണ്ടാക്കിയ റീൽസ് കണ്ടിട്ട് ലൈക്ക് ഭയങ്കര ഫസ്റ്റ് കുറച്ച് പോകുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാം. ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും. ഇത് വീഡിയോ അല്ലേ? ഇവിടെ താങ്ക് യു സോ മച്ച് ആർക്കും. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പകുതി സമയം മുതലുള്ള ഒരു കോർഡിനേഷൻ ആണ് ശരിക്കും. നാളെ പിന്നെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ കൊണ്ടുവരായിരുന്നു. ഏത് അവസ്ഥയിലോട്ട് പോകുന്ന അതിനകത്തൊന്നും ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തു. ഇന്നലെയാണ് ഞാൻ രഞ്ജിത്തിനെയും അനുവിനെ വിളിക്കുന്നത്. ശരിക്കും രഞ്ജിത്തിനെ വിളിച്ചില്ല, അനുവിനെ വിളിച്ചേ. അപ്പൊ എനിക്ക് അത് ജീവിയാണ് നമ്പർ തന്നത്. അപ്പൊ ഇവരുടെ ലൈഫിനകത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അത്ര മനുഷ്യർ മാത്രമേ ഉള്ളൂ. നമ്മള് ഒരേ ഒരു സജഷൻ എല്ലാരും കൂടെ പറയുന്നതാണ്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ച് അതുപോലെ മാത്രം ജീവിച്ച് മുന്നോട്ട് പോവാം. സംസാരം കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കും. അപ്പൊ എന്നെ സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്യണം. പോയി കഴിക്കണം. അല്ലെങ്കിൽ കിച്ചൺ ക്ലോസ് ചെയ്ത്
ആ ഗിഫ്റ്റ് കൊടുക്കണം. ക്ലോസ് ചെയ്യാം. ആ ക്ലോസ് ചെയ്യണം. പോകുന്നത് എന്നാ ഒന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് കൊടുക്കാം. ഓ അല്ല കഴിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അത്രയും സ്നേഹത്തോടെ നിങ്ങൾക്ക് വേണ്ടി ആരും പോവരുത്, ഭക്ഷണം കഴിച്ചിട്ടേ പോവാവൂ. ഫുഡ് കഴിച്ചിട്ട് പോയവര് വരും. ആദ്യം നൂറെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അതൊന്നും എല്ലാവരും വാ. നിങ്ങളെ മ്യൂസിക് പ്ലേ ചെയ്തോ. ഗൈസ് എല്ലാവരും ഫുഡ് കഴിക്കാതെ ആരും പോരുത്. ഗൈസ് ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. ഒരുപാട് അവരെ സ്നേഹിക്കുന്ന ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ചുമ്മാ ഇവരെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി പല സ്ഥലത്ത് നിന്ന് ട്രിവാൻഡ്രം, ചാലക്കുടി, തൃശ്ശൂർ, ബാംഗ്ലൂർ, അങ്ങനെ പല സ്ഥലങ്ങളിൽ, പാലക്കാട്, അപ്പോൾ എല്ലാ അപ്പം എല്ലാ സ്ഥലത്തു നിന്നും ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഞാൻ അവരുടെ വ്ളോഗ് എടുത്തു കൊടുക്കുകയായിരുന്നു. ഇതാണോ ക്യാമറ? ആ ഞാനാ ക്യാമറ. തെളിയുന്നില്ലേ നൂറ? എങ്ങനെയുണ്ട്? ഹാപ്പി? ഹൃദയപൂർവം യെസ്. ആദില പുള്ളിക്കാരിയുടെ മകൻ മരിച്ചതാണ്. അല്ല മക്കൾ. അയ്യോ എനിക്ക് തോന്നല്ല. നല്ല രസമുണ്ട്. എടാ ഒരു സ്പേസ് തന്നെ ഒരു എഴുതണതൊന്നും ഫോട്ടോ വെൽക്കം ബാക്ക്. പേര് പറയോ? വിബേഷ് കണ്ണൂരിൽ നിന്ന്. ആഷിഖ് ഫ്രം കണ്ണൂർ. കീർത്തന ഫ്രം ഗുരുവായൂർ. അമൃത ഫ്രം കൊല്ലം. സാൻഡ്ര ഫ്രം കൊല്ലം. പേര് കേട്ടില്ല. അനന്തൻ ആലപ്പി. ഇടുക്കി. ആലപ്പി. എക്സ്ക്യൂസ് മീ, പേര്? സൂര്യ. എവിടെന്നാ? ട്രിവാൻഡ്രം. ഓക്കെ. പിന്നെ അല്ല ബ്രോനെ നമ്മൾ പരിചയപ്പെട്ടു. എക്സ്ക്യൂസ് മീ പേര് പറയൂ. അനഘ ഫ്രം കോഴിക്കോട്. പാലക്കാട്. കേട്ടില്ല. പേര്? ജ്യോതിക. ഹായ്. എവിടെന്നാ? ആലപ്പുഴ. ഹായ് ഗൈസ്. ഹലോ. പേര് പറയൂ. ജയകൃഷ്ണൻ ഫ്രം എറണാകുളം. ഫ്രം എറണാകുളം. ഹിയർ? നോ. നോയൽ ഫ്രം എറണാകുളം. തോപ്പുമടിയിലെവിടെ? അയ്യോ ഇത് എൻ്റെ വ്ളോഗല്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. പേര് പറയൂ. ആൽബിന ജോഷി സേതു. ഫ്രം
കൊച്ചുവല്ലോ. സോറി, നിങ്ങൾ അവരല്ലല്ലോ നമുക്ക്. ഞാൻ പേര് ശ്രദ്ധിച്ചില്ല. രഞ്ജിത്ത്. ഓക്കെ, പേര് പറയൂ. നീതു ഫ്രം പത്തനംതിട്ട. ട്രിവാൻഡ്രം. പേര് പറയൂ. പാലക്കാട്. ഇവരെയൊക്കെ പിന്നെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന. ഇനി ആരാ? പേര് പറയൂ. റോസ് ഫ്രം കോതമംഗലം. ഓക്കെ, പേര് പറയൂ. കീർത്തന ഫ്രം ആലപ്പുഴ. കഴിക്കൂ, സൂപ്പ് കുടിക്കൂ. പേര് പറഞ്ഞോ. അക്ഷയ ഫ്രം കൊല്ലം. ധനുഷ ഫ്രം കോഴിക്കോട്. ഫ്രം അബാമോട്ട്. ഇത് ഗൈസ് ദിയാസന ഫ്രം നിങ്ങളുടെ സ്വന്തം ട്രിവാൻഡ്രം. ഇനി ആരെ ഞാൻ ഇതിൽ പരിചയപ്പെടാതെ? നിങ്ങളെല്ലാരും നിങ്ങളുടെ പേരുകൾ പറഞ്ഞോ. ഫ്രം കൊല്ലം. കായംകുളം. കൊല്ലം. പേര് പറയൂ ചേച്ചി. പേര് പറയൂ. ലത ഫ്രം എവിടുന്ന? മുളന്തുരുത്തി. ചേച്ചി പേര് പറയൂ. സാഹിദ ഫ്രം പാലക്കാട്. ഇത് ഫുള്ളില്ല, പേജിലുണ്ട്. ഫുള്ള് എഴുതിയത് പേജിൽ കിടപ്പുണ്ട്. ഒരു ഗിഫ്റ്റും കൂടെ തന്നെ. ഒന്ന് സൈഡ് നേടാ, ഒരു മിനിറ്റ്. അടുത്ത് നിൽക്ക്. താഴെ ചിലപ്പോ വീഴും. ആ മൈക്രോഫോൺ കുറച്ചെടുത്തേക്ക്.